സീറ ഉണ്ടാക്കി തരട്ടാ. അപ്പോൾ നമ്മളിന്ന് സീറ ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. ഇനറക്ക് ഭയങ്കര ഇഷ്ടമാണ് സീറ. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് തരിക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സീറ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ തന്നെ വേണം റവ ചൂടാക്കാൻ. അതിനുശേഷം റവ ചൂടാക്കിയെടുക്കാം. നമുക്ക് റവ ചൂടാക്കിയെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ നല്ലോണം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു ചൂടായി കിട്ടുമ്പോൾ തന്നെ റവ എടുത്ത് മാറ്റാം. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ചൂടാക്കിയെടുക്കണം. അങ്ങനെ റവ നമുക്ക് നല്ലോണം ചൂടായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചൂടാക്കിയെടുത്ത റവ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റി വെച്ച ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആ വെള്ളത്തിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി കളറിടും വേണമെങ്കിലും ഇടാം, പക്ഷേ ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ 1/2 കപ്പ് പഞ്ചസാര നല്ലോണം വെള്ളവുമായി ലയിച്ച് ചേരണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് പഞ്ചസാര ലായനി ആയിക്കഴിഞ്ഞു. പഞ്ചസാര എല്ലാം നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അങ്ങനെ റവ ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. റവ ഇട്ടിട്ട് ആ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ മിക്സ് ചെയ്ത ശേഷം നല്ലോണം വെള്ളം ഡ്രൈ ആയി വരണം. അങ്ങനെ ഡ്രൈ ആയി വന്ന ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും അതുപോലെ തന്നെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നെയ്യും റവയും നന്നായിട്ട് ചേർന്ന ശേഷം നമുക്ക് ചട്ടി ഓഫ് ചെയ്യാം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പിന്നെ ഇനറാക്കി ഇഷ്ടമല്ലാത്തത് കൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ വേറെ പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്.